പൊട്ടിത്തെറി. ആ സ്ഫോടനത്തിൽ ഭൂമി ഉണ്ടായി. ഉണ്ടാക്കിയതല്ല, ഉണ്ടായി. ആദ്യം ഉള്ളും പുറവും ഉരുകുകയായിരുന്നു ഭൂമിയുടെ. കുറേ ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞപ്പോൾ പുറം ഭാഗം തണുത്തു. ആ ഭൂമിയിൽ തണുപ്പിനെ പരിഗണിച്ചുകൊണ്ട് ഒരേകകോശ ജീവി ഉണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ദ്വൈകോശമായി. രണ്ടും കൂടി ചേർന്നപ്പോൾ 4 കാലും 1 വാലും ഉള്ളൊരു മൃഗം നിർമ്മിക്കപ്പെട്ടു. കുറേ കാലം കഴിഞ്ഞപ്പോൾ കക്ഷി വാലും പൊക്കി 2 കാലിന് നടക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വാല് കാണാനില്ല, 2 കാലിന് നടക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന കോലായി. ഉപ്പാപ്പാൻ്റെ പേര് ചിമ്പാൻസി, വല്യുപ്പാൻ്റെ പേര് ദിനോസർ. എത്ര മാർക്ക് കിട്ടും? 15 മാർക്ക് കിട്ടും. ഇൽമ ചെയ്തുകൊണ്ടാണോ ജഹ്ൽ ചെയ്തുകൊണ്ടാണോ? ഇവ ഏതാണ്ട് ജഹ്ലു ഇൽമ മനസ്സിലായല്ല. നാം ആദ്യം പറഞ്ഞത് ഇൽമാണ്, മാക്കാലല്ല. വഹീൻ്റെ ഇൽമാണ് ആദ്യം കൊട്ടിയത്. ആ 10 കുട്ടികൾ എഴുതിയത് വഹീൻ്റെ ഇൽമാണ്. ഖിയാമത്ത് നാൾ വരെ അത് മാറുന്ന പ്രശ്നമില്ല. ഏത് മെഡിക്കൽ കോളേജിലെ മ്യൂസിയത്തിൽ പോയാലും അള്ളാഹു പറഞ്ഞ ഈ അസ്ബാബുകൾ കാണാം, അല്ലേ? ബീജം മുതൽ നുത്ഫത്ത് മുതൽ അങ്ങോട്ട് 4 മാസം പ്രായമുള്ള കുട്ടികളെ ഏത് മെഡിക്കൽ കോളേജിലെ മ്യൂസിയത്തിൽ പോയാലും ഭരണയിലിട്ട് വെച്ചിട്ട് കാണാം. അതേ അവസരത്തിൽ 15 മാർക്ക് കിട്ടിയ ആ സാധനം ഇന്ന് ലോകത്ത് നിലവിലില്ല. ചിമ്പാൻസി ഇന്ന് ലോകത്ത് നിലവിലില്ല. ദിനോസർ ഇന്ന് ലോകത്ത് നിലവിലില്ല. ഈ രീതിയിൽ വേണം നാം ഇൽമിനെയും ജഹിലിനെയും വേർതിരിക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ചിന്തിക്കാം. ചിന്ത എന്ന് പറഞ്ഞത് ആർക്കും എല്ലാവർക്കും കൊടുത്താണ്. കൗനിയായ ഇൽമിന് ചിന്ത ആവശ്യമാണ്. ആ ഇൽമ് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് പിന്നെ ഡാർവിൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയേണ്ട ആവശ്യം നമുക്കില്ല. അയാൾക്ക് കിട്ടിയ അസ്ബാബുകളെ വെച്ചുകൊണ്ട് അയാളൊരു ഇൽമുണ്ടാക്കിയെടുത്തു. അതിന് നാം ജഹിൽ എന്ന് പറയും. കാരണം അടിസ്ഥാനപരമായി വഹീൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നാം അതിന് ജഹിൽ എന്നാ പറയാ. അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ദഹിച്ചാലും ദഹിച്ചില്ലെങ്കിലും സയൻസിൻ്റെ ഇൽമ എന്ന് പറഞ്ഞാൽ ജഹിലിൻ്റെ ഇൽമാണ്. സയൻസ് ജഹിലാണ്. കാരണം വഹീൻ്റെ ഇൽമുമായിട്ട് അതിന് ബന്ധമില്ല. ഒരു ഇൽമും ഇല്ലാത്തോ എനിക്ക് എന്താ പറയാ? സഫീഹ് എന്നാ പറയാ. ഖുർആൻ തന്നെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. സയഖൂലു സുഫഹാ. ആലിമും അല്ല ജാഹിലും അല്ല, സഫീഹാണ്. മനസ്സിലായില്ലേ? ഒന്നിക്ക് ആലിമായ അല്ലെങ്കിൽ ജാഹിലാകുക. ആലിമായാൽ വഹീൻ്റെ ഇൽമ പഠിച്ചവനായി, ജാഹിലോ സയൻസിൽ ഇൽമ പഠിച്ചവനായി. അതുകൊണ്ട് സയൻസിൻ്റെ ഇൽമ പഠിച്ച എത്ര വലിയ സാറായാലും അവൻ ആലിമെന്ന് പറയാൻ എന്താണ് വകുപ്പ്? അവൻ ജാഹിലാണ്. വഹീൻ്റെ സപ്പോർട്ട് ഇല്ലാത്ത ഇൽമാണ് അവൻ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ജാഹിലാണ്. നിങ്ങൾക്ക് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല ചിലപ്പോൾ. കാരണം നിങ്ങൾ BEdും MEdും മറ്റേ എല്ലാം പഠിച്ചിട്ട് വലിയ പാസ്സായിട്ട് വലിയ സാറുമാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇത് അത് അംഗീകരിച്ചു തരാൻ തയ്യാറാവില്ല. അത് മുസ്ലിയാക്കന്മാർ നമ്മളോടുള്ള അസൂയ കൊണ്ട് പറയുന്ന നിങ്ങൾ പറയുള്ളൂ. പറഞ്ഞോ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് ജീവിക്കുന്ന സകല ജീവജാലങ്ങളും, ആകാശലോകത്ത് ജീവിക്കുന്ന സകല ജീവജാലങ്ങളും അവരുടെ അസ്തിത്വം ഇസ്ലാമാണ്. സൂര്യൻ മുസ്ലിമാണ്, വഹീൻ്റിൽമാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹ് പടച്ച സൂര്യൻ അള്ളയാണ് പറയേണ്ടത് ആരാണെന്ന്. ഭൂമി മുസ്ലിമാണ്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് വന്നുജൂം, നക്ഷത്രങ്ങളും സുജൂദിലാണ്. യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു, ചന്ദ്രനും സുജൂദിലാണ്. വന്നുജൂമു, നക്ഷത്രങ്ങളും സുജൂദിലാണ്. ആകാശം കഴിഞ്ഞിട്ട് ഇനി 4 തേരെ താലോട്ട് വന്നു. വൽ ജിബാൽ, പർവ്വതങ്ങളും മുസ്ലിമാണ്. അള്ളാഹ് പറയും പോലെ കേൾക്കുള്ളൂ. അത് വയനാടിലായാലും ശരി, ചണ്ഡീഗഡിലായാലും ശരി, ഈ തുർക്കിയിലായാലും ശരി, എവിടെയായാലും ശരി, പർവ്വതം അള്ളാഹ് പറയും പോലെ കേൾക്കുള്ളൂ. ആരും പറഞ്ഞെടുത്ത് നിൽക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് ദേഷ്യം പിടിച്ചാൽ പർവ്വതങ്ങളെയാണ് ഉപയോഗിക്കുക എന്നത് വളരെ കൃത്യമായ വാക്കാണ്.
ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ ആദ്യം ഉണരേണ്ടത് ഈ സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവരാണ്. അവരാണ് ഇതിന് പരിഹാരം കാണേണ്ടത്, ശാസ്ത്രജ്ഞന്മാരല്ല. നമുക്ക് കിട്ടിയ രേഖ അനുസരിച്ച് ശാസ്ത്രജ്ഞന്മാരല്ല ഇതിന് പരിഹാരം. ശാസ്ത്രത്തിനെ കുറ്റം പറഞ്ഞിട്ടോ സാങ്കേതിക വിദ്യയെ കുറ്റം പറഞ്ഞിട്ടോ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അവരസ്ബാബുകളെ കൈകാര്യം ചെയ്യുന്ന വെറും തൊഴിലാളികൾ മാത്രമാണ് ഈ പറയുന്നവരൊക്കെ. ശാസ്ത്രജ്ഞന്മാരായാലും ഭരണകൂടമായാലും അവരും ഭൂമിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. എന്താണ് അവരുടെ ജോലി? അള്ളാഹു നിർമ്മിച്ചു വെച്ച അസ്ബാബുകളെ സംയോജിപ്പിച്ച് സമൂഹത്തിന് ഉപകാരമുള്ളതാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ മനസ്സിലായിട്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഭരണകൂടം അങ്ങനെ ചെയ്തു, മറ്റവർ ഇങ്ങനെ ചെയ്തു, ശാസ്ത്രജ്ഞന്മാർ നേരത്തെ പറയേണ്ടതില്ല. ഇവിടെ ഉലമാക്കളാണ് ഉണരേണ്ടത്. ഉലമാക്കളെ കയ്യിലാണ് ഇതിൻ്റെ രേഖയുള്ളത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? എനിക്ക് ചില വിഷയത്തിൽ അടിമകളോട് കടുകടുത്ത ദേഷ്യമുണ്ട്, ആ ദേഷ്യം ഞാൻ തീർക്കും. ഉണർന്നിട്ടില്ലെങ്കിൽ ആ ദേഷ്യം ഞാൻ തീർത്തിരിക്കും. അല്ലാഹു തആല പറഞ്ഞത് തകാദുസ്സമാവാതു യതഫത്തർന മിൻ, ആകാശം പൊട്ടിപ്പൊളിയാൻ പോകുകയാണ്. വതൻഷഖുൽ അർള്, ഭൂമി ഇതാ വിണ്ട് കീറാൻ പോവുകയാണ്. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകിടുപൊടിയാകാൻ പോവുകയാണ്. എന്തുകൊണ്ട്? ശാസ്ത്രജ്ഞന്മാർ മതിൽ കെട്ടാത്തതുകൊണ്ടാ? ഗവൺമെന്റ് ബാരിക്കേഡ് കെട്ടാത്തതുകൊണ്ടാ? അല്ല. റഹ്മാനി വലദ, അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് ഒരു കൂട്ടക്കാർ വാദിക്കുന്നുണ്ട്. ആ വാദം നിർത്തുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിടൂല പറഞ്ഞിട്ടില്ല അല്ലാഹു തആല. എന്താണ് ഈ ആയത്തിന് നിർക്കുന്നതിന് അർത്ഥം വെക്കേണ്ടത്? ഇത് ചാമോത്തോതാനുള്ളതല്ലല്ലോ. എന്താണ് ഇതിന് നേർക്കുന്നതിന് അർത്ഥം വെക്കേണ്ടത്? ഞാൻ ചോദിക്കുന്ന അല്ലാഹു തആല ജൂതനസാറാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ജൂതൻ വഖാലത്തിൽ യഹൂദു ഉസൈർ ബിനുല്ലാഹ്, ഉസൈർ അള്ളാഹിന്റെ മകനാണ്, പുത്രനാണ് എന്ന് ജൂതൻ. വഖാലത്തിൻ നസാറ അൽ മസീഹ് ബിനുല്ലാഹ്, മസീഹ് ക്രിസ്ത്യാനികൾ പറഞ്ഞു മസീഹ് അള്ളാഹുവിന്റെ മകനാണ് എന്ന്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞു അൻദഉ ലിർറഹ്മാനി വലദ വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അള്ളാഹുവിന് ഒരു കുട്ടിയെ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഖുർആന്റെ അർത്ഥം, അല്ലെങ്കിൽ വേറെ അർത്ഥം ഉണ്ടെങ്കിൽ പറഞ്ഞതാ. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അല്ലാഹു തആലക്ക് ഒരു പുത്രൻ ഉണ്ടാവേണ്ട യാതൊരു ആവശ്യവുമില്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്നിട്ടും അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്ന് പറയുന്ന വിഭാഗം ഞാൻ അവരെ വിടൂല. ഞാൻ ഈ ഭൂമിയെ തകിടുപൊടിയാക്കി അവരെ ഞാൻ ഭസ്മമാക്കി കളയും. അല്ലേ? എങ്കിൽ അതിനോട് നാം ചേർത്ത് വായിക്കേണ്ടത് എന്താണ്? മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം വഹിയില്ല, വഹി മുറിഞ്ഞു. ഇനിയൊരു നബിയില്ല, ഇനിയൊരു റസൂലില്ല. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ ഭൂമിയെയും ഭൂമിയുടെ വസ്തുതകളെയും ഭൂമിന്റെ ഹാലാത്തുകളെയും മറ്റുള്ള എല്ലാത്തിൻ്റെയും അഹ്വാലുകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫക്ക് ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വെച്ചുകൊണ്ടാണ്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന ഏതാണ്ട് 98% മുസ്ലിമീങ്ങളും അള്ളാഹുവിനെ വെറുപ്പിച്ചിരിക്കുകയാണ്, നസാറാക്കളെക്കാൾ, ജൂതന്മാരെക്കാൾ. നസാറ ജൂതന്മാർ അള്ളാഹ്ക്ക് മകനുണ്ടെന്നാണ് പറഞ്ഞത്. അതേ അവസരത്തിൽ മുസ്ലിം എന്ന് പറയുന്ന ഈ വിഭാഗം പറഞ്ഞത് അള്ളാഹ്ക്ക് പകരക്കാരുണ്ട് എന്നാണ്. എന്താണ് ഇതിനർത്ഥം വെക്കേണ്ടത്? ജൂതനസാറാക്കൾ മാത്രമേ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളൂ, മുസ്ലിമീങ്ങൾ ക്ലിയറാണ് എന്ന് അല്ലാണ് അർത്ഥം വെക്കേണ്ടത്. അടുത്ത കാലത്തായി വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഹിന്ദുക്കൾ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞ ചരിത്രമില്ല. ഏതാണ്ട് 9000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഇവിടെ ഹിന്ദുക്കൾക്ക്. ഈ കാലഘട്ടത്തിനിടയിൽ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞ ചരിത്രമുണ്ടായിട്ടില്ല ഹിന്ദു സമൂഹം. അതേസമയത്ത് ഫാസിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അള്ളാഹുവിനെ പരസ്യമായി ചീത്ത പറയുന്ന ഹിന്ദുക്കളെ ഉണ്ടാക്കിയവർ, ഫാസിസ്റ്റുകളെ. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ശരിയല്ല. ഉത്തർപ്രദേശിൽ ഒരു സ്ഥാനാർത്ഥി പ്രസംഗിച്ചു, അള്ളയും രാമനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് മത്സരം, ഇവിടെ രാമനാണ് ജയിക്കേണ്ടത്, അള്ള പരാജയപ്പെടണം. ഒരു MP സ്ഥാനാർത്ഥി പ്രസംഗിച്ചതാണ് ഉത്തർപ്രദേശിൽ. ഇത് ഇന്ത്യക്ക് പുതിയൊരു ഇതാണ്.
ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു ശീലമില്ല. ദ്രാവിഡ സമൂഹത്തിൽ നിന്നോ ആര്യ സമൂഹത്തിൽ നിന്നോ അള്ളാഹുവിനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞതായിട്ടില്ല. അള്ളാഹുവിനെ ആദരവുള്ള ദൈവമായി കാണുകയും ആ ദൈവത്തെ പ്രാപിക്കാൻ മറ്റ് ബിംബങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം. രണ്ടാമതായി, മുഹമ്മദി ഉമ്മത്തിൽ ഇത്ര കടുപ്പപ്പെട്ട രീതിയിൽ അള്ളാഹ്ക്ക് പകരക്കാരുണ്ട് എന്ന വാദം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട 4 ഇമാമിയങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മധ്യനൂറ്റാണ്ട് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഉലമാക്കൾക്കൊന്നും അത് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. അതേപോലെ തന്നെ മുഹദ്ദിസുകൾ, അറിയപ്പെട്ട 6 ഹദീസിന്റെ പണ്ഡിതന്മാരെ കാലഘട്ടത്തിലും ഇന്നത്തെ രീതിയിൽ മുസ്ലിം ഉമ്മ അള്ളാഹ്ക്ക് പകരക്കാരെ നിശ്ചയിച്ചിട്ട് വിപ്ലവം, നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ്? ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത് ഏറ്റവും വലിയ വിപ്ലവം എന്താണ്? ഖൽഖുൽ ഖുർആനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത് ഏറ്റവും വലിയ ചർച്ച ഖൽഖുൽ ഖുർആൻ. ഖുർആൻ സൃഷ്ടിയാണോ അതോ സൃഷ്ടാവിന്റെ സിഫത്താണോ? ഈ വാദമാണെന്ന്. അതിനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ പോകേണ്ടി വന്നത്. ഖൽഖല്ല, ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അന്നത്തെ ഭരണകൂടം, മുസ്ലിം ഭരണകൂടം ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ജയിലിൽ കിടത്തിയത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ആ രീതിയിലുള്ള ഗൗരവമേറിയ ചർച്ചയെ അന്നുണ്ടായിട്ടുള്ളൂ. ഈ രീതിക്ക് ജാറങ്ങൾ തങ്ങള് മുദബ്ബിർ, അതേപോലെ തന്നെ പകരക്കാർ, തവസ്സുല്, ഇസ്തിഗാസ എന്നിത്യാദി കാര്യങ്ങൾ സാധാരണക്കാർക്കിടയിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന പരിപാടി അന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അന്ന് ഇമാമികൾ വിടൂല. അന്ന് ഇമാമികൾ ചർച്ച ചെയ്ത വിഷയമാണ് നമ്മൾ ഈ കാണുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ജയിലിലേക്ക് പോകേണ്ടി വന്നത്, ഡമസ്കസിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? 2 ഹദീസിനെ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. ഒന്നാമത്തെ ഹദീസ്, ലാ തുശദ്ദു റിഹാലു ഇല്ലാ സലാസത്തി മസാജിദ, 3 പള്ളികളിലേക്ക് മാത്രമേ തീർത്ഥയാത്ര പറ്റുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു. അതുകൊണ്ട് ജാറങ്ങളിലേക്ക് തീർത്ഥയാത്ര പോകുന്നത് ദീനുൽ ഇസ്ലാമിനെതിരാണ്. ജാറങ്ങളെ വെച്ച് സാധാരണക്കാരന്റെ മനസ്സിനെ ആത്മീയവൽക്കരിച്ച് രാഷ്ട്രീയം ഉണ്ടാക്കുകയായിരുന്നു അന്നത്തെ ഭരണകൂടം, ഡമസ്കസ് ഷീഈ ഭരണകൂടം. ആ ഭരണകൂടത്തിന് ജാറത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാമിനെ ജയിലടച്ചത്. രണ്ടാമത്തെ വിഷയം, 100 തലാക്ക് ചൊല്ലിയാലും ഒറ്റ തലാക്കായിട്ടേ പരിഗണിക്കാം. പിന്നെ ഈ മുത്തലാഖ് ഇപ്പം കിട്ടിയത്, മുത്തലാഖ് എന്താ? മുത്തലാഖ് നരേന്ദ്രമോദി വിചാരിച്ച് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്തോ വിശക്കായി പോലത്തെ എന്തോ കായാണെന്ന്. പണ്ട് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഇവരെ ഈ കുട്ടിയൊക്കെ ബാറ്റ് നോക്കളിയാ ബെയ്തുമാരെടുത്തു പോകും, ബെയ്തെടുത്തു പോകും. കുട്ടിയൊക്കെ ബാറ്റ് നോക്കളിയാ ബെയ്തെടുത്തു പോകും. ബൈദരോട് ഉമ്മമ്മയെ കൂട്ടിയിട്ട് പോവുക, കൈയും പിടിച്ചിട്ട്. ഉമ്മമ്മ പറയും ബൈദരോട്, ബൈദര് എന്നല്ല പറയും, എന്താ പറയുക, എന്താ ഇത് വാക്കുണ്ടല്ല, ബൈസറ എന്നാ, എന്താ പറയുക, എന്താ കുട്ടിക്ക് ബൈദര് ചോദിച്ചു. എന്ത് പറയാനാ ബൈസർ എന്ന് പറയാം. അസർ കൊടുത്തേരം തുടങ്ങിയതാ വയറ്റെന്ന് പോവാൻ. ഏതാണ്ടൊക്കെ തിരിഞ്ഞ മാതിരി ഉണ്ട്. എന്നുവെച്ചാൽ അസർ വാങ്ങി കൊടുത്തേരം തുടങ്ങിയതാന്ന്. വൈദ്യരെന്താ മനസ്സിലാക്കി? വൈദ്യര് പറഞ്ഞ് ഈ അസറെല്ലാം തിന്നാൻ കൊടുക്കുന്ന എന്തിനാ? ആവശ്യമില്ലാണ്ട്, ആവശ്യമുള്ളത് കൊടുത്താൽ പോരെ. ഈ ആവശ്യമില്ലാത്തത് തിന്നാൻ കൊടുത്തിട്ടല്ലേ മറ്റൊന്ന് പോകുന്നത്. അസർ എന്ന് പറഞ്ഞാൽ എന്തോ കഞ്ഞരക്കായ് പോലത്തൊരു കായെന്ന് ആര് വിചാരിച്ച? വൈദ്യര് വിചാരിച്ച. ഇതേപോലെ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പെണ്ണുങ്ങളെ വയറുവേനെടുക്കുന്ന ഒരു കായെന്ന നരേന്ദ്രമോദി വിചാരിച്ചത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്ന മുത്തലാഖ് ബില്ല്. ഇത്രയും വലിയ വിഡ്ഢിത്തം ലോകത്ത് ഒരാരെങ്കിലും ചെയ്യാനുണ്ടോ? മുത്തലാഖ് മറ്റൊരു ബില്ല് കൊണ്ടുവരെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത്, ഇന്ത്യ പോലെയുള്ള അന്തസ്സുള്ളൊരു രാജ്യത്ത്, ഇന്ത്യ പോലെ വ്യത്യസ്ത മതക്കാർ ജീവിക്കുന്ന രാജകീയ രാജ്യത്ത് അത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത് ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെ എന്താണ്? ഇപ്പോൾ അതാ വേറെ ഒരു വിഡ്ഢിത്തം പറ്റി വന്നിരിക്കുന്നത്, വഖഫ് വിഡ്ഢിത്തം. കൂട്ടരെ 1 തലാക്ക് ചൊല്ലിയാൽ 3 മാസം എത്തിയ മുത്തലാക്കായില്ലേ? നരേന്ദ്രമോദിന്റെ ബില്ലനുസരിച്ച് 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പം ശിക്ഷ അങ്ങനെയാണെന്ന് ഞാൻ 1 ചൊല്ലിയിട്ടുള്ളൂ. 1 ചൊല്ലി 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് മുത്തലാക്കായില്ലേ? 3 തലാക്കായില്ലേ? അത് ഇറ്റക്ക് തിരിയില്ല. ഞാൻ പറഞ്ഞില്ലേ, കാഞ്ഞിരക്കായ് പോലത്തെ എന്തൊരു കായ്യ മുത്തലാക്കെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഇത് മുത്തലാഖിന്റെ സംഭവം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. 3 മാസം കഴിഞ്ഞ് 3 പ്രാവശ്യം മെൻസസ് ഓഫ് ആയി കഴിഞ്ഞാൽ അവർ മുത്തലാഖിന്റെ സ്ഥാനത്തായി ഇനി വേറെ കല്യാണം കഴിച്ചോളവർക്ക്. അതുകൊണ്ട് ഇപ്പൊ മുത്തലാഖിന്റെ പേര് 1 മാത്രം ചൊല്ലിയാൽ എന്താ പ്രശ്നം?
ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെല്ലാം കൂടി ഒറ്റ തലാഖല്ലേ കഴിക്കുന്നു, ഒരു തലാഖ്. മൂന്നും വേണം, നടക്കൂല, ഞാൻ ഒന്ന് ചൊല്ലിയിരിക്കുന്നു, 3 മാസം കാത്തു നിന്നാൽ മതി എന്ന് ഭർത്താവ് പറഞ്ഞാൽ അതല്ലേ ബുദ്ധിമുട്ട്? കൂടുതൽ മുത്തലാഖിനേക്കാൾ ബുദ്ധിമുട്ട് അതല്ലേ? ഈ വിഡ്ഢികൾക്ക് വല്ലതും അറിയോ? കൂട്ടരെ ഏത് തലാഖാ ബുദ്ധിമുട്ട്? റജയ്യ തലാഖാണോ ബൈനായ തലാഖാണോ? റജയ്യ തലാഖല്ലേ ബുദ്ധിമുട്ട്. മുത്തലാഖ് ചൊല്ലിയാൽ അപ്പം തന്നെ പെണ്ണ് സ്വതന്ത്രമായില്ലേ? അതേസമയം മുത്തലാഖ് പറ്റില്ലെങ്കിൽ പിന്നെ റജയ്യ തലാഖാണ്. റജയ്യ തലാഖിന് എങ്ങനെയാലും 3 മാസം കഴിയാണ്ട് വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അവ ഏതാ ബുദ്ധിമുട്ട്? ഇതാരാ പറഞ്ഞു കൊടുക്കുക? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ പറയുന്ന വിഷയം അതാണ്. ഉലമാക്കൾ ഉണരണം, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണരണം. അതായത് പൂർവ്വകാലത്തെ അപേക്ഷിച്ച് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ ശിർക്കിന് പുതിയ മേഖലകൾ കണ്ടെത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദർബാർ കോപിഷ്ഠമാണ്. അള്ളാഹു ആ ദേഷ്യം തീർത്തിരിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ. 8 കൂട്ടം കാര്യങ്ങൾ, 11 കാര്യങ്ങളാണ് ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ മക്കള്, ഖുൽ ഇൻ കാന ആബാഉക്കും നിങ്ങളെ ബാപ്പ, വ അബ്നാഉക്കും നിങ്ങളെ മക്കള്, വ ഇഖ്വാനുക്കും നിങ്ങളെ സഹോദരങ്ങള്, വ അസ്വാജുക്കും നിങ്ങളെ ഇണകൾ, വ അശീറത്തുക്കും നിങ്ങളെ കൂട്ടുകുടുംബാദികൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ സമ്പാദിച്ച് സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളുടെ പൈസ, ബാങ്ക് ബാലൻസ്, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ ആരെങ്കിലും തീവെച്ച് കളയുമോ, ആരെങ്കിലും കലാപകാരികൾ തകിടുപൊടിയാക്കി കളയുമോ, വിപ്ലവക്കാരികൾ വന്നിട്ട് കൊള്ളയടിച്ച് കളയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങൾ. വേറെ ഡിക്ഷണറി ഒന്നും നോക്കണ്ടല്ല എത്തിനർത്ഥം വെക്കാൻ. വമസാക്കിന് തർലൗനഹ നിങ്ങൾ കോടികൾ ചെലവഴിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരങ്ങൾ, വമസാക്കിൻ വീടുകൾ. എങ്ങനത്തെ വീട്? ചെറിയ വീടല്ല. തർലൗനഹ നിങ്ങളുടെ മനസ്സംതൃപ്തിയോടെ നിങ്ങൾ കോടികൾ ചെലവഴിച്ചിട്ടുണ്ടാക്കിയ നിങ്ങളുടെ കൊട്ടാരങ്ങൾ. ഈ 8 കൂട്ടം കാര്യങ്ങളോടാണ് നിങ്ങൾക്ക് താല്പര്യം കൂടുതലെങ്കിൽ, ഈ 8 കൂട്ടം കാര്യങ്ങൾ സംരക്ഷിക്കലാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ, ഈ 8 കൂട്ടം കാര്യങ്ങളെ നശിപ്പിക്കുന്നവരെയാണ് നിങ്ങൾ ശത്രുക്കളായി കാണുന്നതെങ്കിൽ, നിങ്ങൾ ഉപ്പാനെ കൊല്ലുന്നവർ, നിങ്ങൾ ആ മക്കളെ കൊല്ലുന്നവർ, നിങ്ങളെ ഭാര്യമാരെ കൊല്ലുന്നവർ, നിങ്ങളെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുന്നവർ, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നവർ, നിങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് കിട്ടാതെ നശിപ്പിച്ച് കളയുന്നവർ, ഇതാണ് നിങ്ങൾ ശത്രുവായിട്ട് കാണുന്നതെങ്കിൽ എന്തിനേക്കാൾ 3 കൂട്ടം കാര്യങ്ങൾ പിന്നെ പറഞ്ഞു. മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. അള്ളാഹുവിലുള്ള അജയ്യമായ ഈമാനിനേക്കാൾ. എന്താണ് അള്ളാഹുവിനേക്കാൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ദിക്റാൽക്ക് നടത്തുന്നുണ്ട് എന്നാ അല്ല. അല്ലാഹ് അവനാണ് റബ്ബും ഇലാഹും. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എന്താണോ നാം അംഗീകരിച്ചു കൊടുക്കേണ്ടത് അതിനേക്കാൾ, വറസൂലി അള്ളാഹിന്റെ റസൂലിനേക്കാൾ, വജിഹാദിൻ ഫീ സബീലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ 2 കലിമക്ക് നിങ്ങൾ കൊടുത്ത ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ ത്യാഗപരിശ്രമങ്ങൾ നടത്തുന്നതിനേക്കാൾ അള്ളാഹിന്റെ റസൂല് അത് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് രണ്ടും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ, ഇത് 3നേക്കാൾ നിങ്ങൾക്ക് താല്പര്യം ആ 8 കൂട്ടം കാര്യങ്ങൾ. അത് സംരക്ഷിക്കുന്നവർ നിങ്ങളെ കൂട്ടുകാരും അത് തകർക്കുന്നവർ നിങ്ങളെ ശത്രുക്കളും. ഈ 3 കൂട്ടം കാര്യങ്ങൾ ഇല്ലാതാക്കുന്നവർ നിങ്ങൾക്ക് വിഷയമില്ല, അത് തകർക്കുന്നവരും നിങ്ങൾക്ക് വിഷയമില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നവർ നിങ്ങൾക്ക് വിഷയമില്ല. നിങ്ങൾക്ക് വിഷയം ഈ 8 കൂട്ടം കാര്യങ്ങളോടാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങളെ ഈ 8 കൂട്ടം കാര്യങ്ങളെ നിലനിർത്താൻ ആവശ്യമായ ഏർപ്പാടാണ് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ ഭരണകൂടത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആ 8 കൂട്ടം നിലനിന്ന് കിട്ടുക, അതിന് പോറൽ ഏൽക്കാൻ പാടില്ല. ബാക്കി 3 കാര്യം അതെന്തായാലും കുഴപ്പമില്ല. ഇതാണ് നിങ്ങളെ പരിപാടിയെങ്കിൽ അള്ളാഹു പറഞ്ഞു ഫതറബ്ബസൂ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അള്ളാഹു തആല. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സൂറത്ത് തൗബയിലെ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക,
എൻ്റെ നടപടി നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ നടപടി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷുന്നാക്കാനില്ല. പരിഹാരം നമ്മളാണ് കാണേണ്ടത്, മുസ്ലിമീങ്ങളാണ് കാണേണ്ടത്. ഇവിടുത്തെ സയൻറ്റിസ്റ്റുകളും ഭരണാധികാരികളും അല്ല. മുസ്ലിമീങ്ങളാണ് പരിഹാരം കാണേണ്ടത്. മുസ്ലിം തലപ്പത്തിരിക്കുന്ന മൗലാനമാരും ശൈഖുനമാരും പുരോഹിതന്മാരും അവരാണ് പരിഹാരം കാണുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏതാണ്ട് 40,000-ഓളം ജാറങ്ങളെ കൊണ്ട് ഭൂമി കുലുഷിതമായിരിക്കുകയാണ്. അതിൽ 16,000 ജാറം ഇന്ത്യയിലാണ്, അതിൽ 6,000 ജാറം കേരളത്തിലാണ്. അള്ളാഹു കോപിഷ്ഠനാണ്. ഏത് സമയത്തും മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാകും. ഒരു ചെറിയ ന്യൂനപക്ഷം അള്ളാഹുവിൻ്റെ ആൾക്കാരായിട്ട് ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു ചെറിയ ന്യൂനപക്ഷം ഈ ഭൂമിയിൽ അള്ളാന്റെ ആൾക്കാരായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നേ തീർന്നേനെ എല്ലാ കഥയും. തീരും ഒരു ദിവസം, എല്ലാം ഒന്നിച്ചു തീരും ഒരു ദിവസം. അല്ലാഹ് എന്ന് വിളിക്കുന്ന അവസാനത്തെ മുസ്ലിം മരിച്ചു തീരുന്ന എന്നാണോ അതിന്റെ നേരെ പിറ്റേന്ന് ഈ ഭൂമിയുടെ ആയുസ് തീരും. ഇതല്ലേ അള്ളാഹ് റസൂൽ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? ഇതല്ലേ അള്ളാഹ്? ഇപ്പൊ ചിലയാൾക്ക് ഖിയാമത്ത് നാളിന്റെ വരും. ഇല്ല കൂട്ടർ, ഇപ്പൊ അടുത്തൊന്നും ഖിയാമത്ത് നാൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ആരും പേടിക്കുകയും ചെയ്യേണ്ട. ചില മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം എന്താ? ഖിയാമത്ത് നാൾ ഇതാ വന്നുപോയി ഇതാ വന്നുപോയി. ഇല്ല, അത്താമ്രുള്ള ഫലാ തസ്തഅ്ജിലൂ. തിരക്കാക്കണ്ട. ഇന്നത്തെ ചുറ്റുപാട്, ഇന്ന് ദീനുൽ ഇസ്ലാം അതിന്റെ പ്രകാശ പൊലിമയിൽ ലോകത്ത് നിലനിൽക്കുകയാണ്. ഇന്ന് ദീനുൽ ഇസ്ലാം അതിന്റെ ഹൈ ലെവലിൽ നിന്ന് നിലനിൽക്കുകയാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിരിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇന്ന് ദീൻ, അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം അതിന്റെ ടോപ്പ് ലെവലിലാണ് ഇന്ന് ഭൂലോകത്ത്. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? നിങ്ങൾക്ക് എന്ത് ഈ അസരിയാക്കൾക്കും ഈ ഫൈസിയാക്കൾക്കും ഇവർക്കൊക്കെ അള്ളാഹു തആല തലച്ചോറ് കൊടുത്തിട്ടില്ലേ? എന്താണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ? എന്താണ് പടിഞ്ഞാറിന്റെ അവസ്ഥ? വെറും ഒരു സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നതിന്റെ ഒറ്റ കൊല്ലത്തെ കണക്കിൽ തന്നെ ഏതാണ്ട് 1,00,000-ലധികം പടിഞ്ഞാറൻ അക്കാഡമി വിദ്യാർത്ഥികൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ? അതാണ് ഇത് ലോകത്തിന്റെ അവസ്ഥ. ലോകം ദീനുൽ ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ്. ഇത് സഹിക്കാൻ പടിഞ്ഞാറൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയും റഷ്യൻ കമ്മ്യൂണിസവും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് സോഷ്യലിസവും പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ ഫാസിസവും ഇവർ 4 പേരും കൂടി സഖ്യസേന ഉണ്ടാക്കി 4 മേശക്ക് ചുറ്റിയിരിക്കുന്ന വെറുതെ അല്ല. കെട്ടുകെട്ടുത്ത ശത്രുക്കളാണ് ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇവർ 4 അശത്താണ്. നിങ്ങളെ ചോദിക്കട്ടെ, ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന ഒരമേരിക്കൻ പട്ടാളക്കാരൻ, ആ അമേരിക്കൻ പട്ടാളക്കാരൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം യേശു എന്ന് വിളിച്ചാൽ, ഒരു ക്രിസ്ത്യാനി പട്ടാളക്കാരൻ യേശു എന്ന് വിളിച്ചാൽ അവിടെ മരിച്ചു വീഴുന്ന മുസ്ലിമീങ്ങൾ അലൈഹിസ്സലാം എന്ന് പറയും. അതേ സന്ദർഭത്തിൽ ഒരു ജൂതൻ ഈസ എന്ന് കേട്ടാൽ മൽഊൻ, ശപിക്കപ്പെട്ടവൻ എന്ന് പറയും. ആ യേശുവിൻ്റെ ആൾക്കാരായ ക്രിസ്ത്യാനി പട്ടാളം ആ ജൂതനെ സഹായിച്ച് ഈസ എന്ന് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നവരെ കൊല്ലുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്തിന്റെ ക്രമം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇന്ന് മതങ്ങൾ ലോകത്ത് നിലവിലില്ല. ഇന്ന് അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി, അതേ പഴയ റോമൻ ക്രിസ്ത്യാനിറ്റി, റഷ്യൻ കമ്മ്യൂണിസം, പഴയ പേർഷ്യൻ മജൂസിസം, ഇന്ത്യൻ ഫാസിസം, പഴയ അറേബ്യൻ ഷിർക്ക് മുശ്രിക്കുകൾ, വർത്തമാന കാലഘട്ടത്തിൽ ഇസ്രായേലി ജൂതൻ, പഴയ കാലത്ത് ഖൈബറിലെ ജൂതൻ, അന്ന് 4 മതക്കാരോട് 4 ചതുർമത സഖ്യമുണ്ടാക്കി നിബിധങ്ങൾക്കെതിരിൽ. ഇന്ന് ഈ 4 രാജ്യങ്ങൾ കൂടിയിട്ട് ചതുർമത സഖ്യമുണ്ടാക്കി ഇസ്ലാമിനെതിരിൽ അല്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഇവർക്കെല്ലാം അറിയാം ഇസ്ലാം ഭയങ്കരമായ ശക്തിയോടുകൂടി വളർന്നു വരികയാണ്. യുവതലമുറയിൽ ഇസ്ലാം വല്ലാതെ വേരൂന്നിയിരിക്കുകയാണ്. അവര് കാണുന്നുണ്ട് മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാറ്. ഉച്ചക്ക് ജുമയ്ക്ക് പള്ളി കാണും, വൈകുന്നേരം ബാറിന്റെ വീട്ടിലും കാണും. കാറിന്റെ പിറകിൽ മാഷാ അല്ലാ സ്റ്റിക്കർ. ഉച്ചക്ക് അതേ കാറ് ജുമയ്ക്ക് പള്ളിയിലുണ്ടായിരുന്നു, ജുമയ്ക്ക് പോയത്. ഇശായിട്ട് നോക്കുമ്പോൾ അതേ കാറ് ബാറിന്റെ മുമ്പിലും കാണുന്നു. ഇവിടെ പടിഞ്ഞാറുകാരൻ ചിന്തിക്കുന്നത് ഉച്ചക്ക് ജുമാഅത്ത് പള്ളിയിലും വൈകുന്നേരം ബാറിന്റെ മുമ്പിലും. ഒരു കാലഘട്ടത്തിൽ ബാറിന്റെ മുമ്പിൽ പോയ കാറുകളൊന്നും പള്ളിയിലുണ്ടായിരുന്നില്ല, പള്ളിയിലെ കാറുകളൊന്നും ബാറിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അന്ന് മുസ്ലിമീങ്ങളെ വേട്ടയാടാനാണ് ജേസീസ് ക്ലബും ലയൺസ് ക്ലബും അതേപോലെ തന്നെ
റോട്ടറി ക്ലബ്ബ് ഉണ്ടായത്. ഇന്നതില്ല. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം മുസ്ലിമീങ്ങൾ മാറിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഞാൻ 1980-കളിൽ തിരുവനന്തപുരത്ത് പോയ ഒരുത്തനാണ്. 80-കൾ മുതൽ ഏതാണ്ട് 2005 വരെ നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റിൽ വരും, ജോലി ചെയ്യും, പിന്നെ അവിടെ തന്നെ താമസാക്കും. 2 വിഭാഗമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ രീതിയിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ, പിന്നെ ഒന്ന് ലബ്ബമാർ. ലബ്ബമാരുടെ കയ്യിൽ മാത്രമാണ് ഇസ്ലാം. ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും വൈകുന്നേരം ഒന്നിക്കൽ ലയൺസ് ക്ലബ്ബിലേക്ക് പോകും, അല്ലെങ്കിൽ റോട്ടറി ക്ലബ്ബിലേക്ക് പോകും. ചീട്ട് കളിക്കുക, കുടിക്കുക. ഇവരൊക്കെ 5-6 ശമ്പളം വാങ്ങുന്നവരായിരിക്കും. പള്ളികളിൽ ലബ്ബമാർ പാവപ്പെട്ട ആരെങ്കിലും, ആ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കണ്ണൂർക്കാരൻ, താണയുള്ള ആള് കുട്ടിയാമു സാഹിബ്, അദ്ദേഹം ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ഇന്ന് കാണുന്ന ഈ പാളയം പള്ളി ആ കോലത്തിലാക്കി എടുത്തത്. ഒരു അനഫി പള്ളിയായിരുന്നു, ഓലമേഞ്ഞ പള്ളിയായിരുന്നു അന്ന്. അന്ന് ഈ ചീഫ് എഞ്ചിനീയർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ടൗലും കെട്ടിയിട്ട് പോകുമ്പം ഉദ്യോഗസ്ഥന്മാർ പരിഹസിക്കുമായിരുന്നു. ഈ ലയൺസ് ക്ലബ്ബുകാരും റോട്ടറി ക്ലബ്ബുകാരും പരിഹസിക്കുമായിരുന്നു. എന്തോ സാറേ ഇത് ലബ്ബന്മാരുടെ ജോലി, നിങ്ങളൊരു എഞ്ചിനീയർ അല്ലേ, നിങ്ങൾ ഈ ടൗലും കെട്ടിയിട്ട് പള്ളിയിലേക്ക് കയറിപ്പോയി ഞങ്ങൾക്ക് നാണക്കേടല്ലേ എന്ന് പറയുമായിരുന്നു. പക്ഷെ മലബാറുകാരനാണ് കുട്ടിയാമു സാഹിബ്. മാഷാ അല്ലാഹ്, ദീനിൻ്റെ ഒരു ഗുണം കാണുമല്ലോ. ആ കുട്ടിയാമു സാഹിബ് അവിടെ പരിശ്രമിച്ച് ആ പള്ളിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ പള്ളി പൊളിച്ചിട്ട് ഇന്ന് കാണുന്ന കോലത്തെ കുട്ടിയാമു സാഹിബാണ് ആ പള്ളി ഉണ്ടാക്കിയത്, പാളയം പള്ളി. അതൊരു ഹനഫി പള്ളി, മഹല്ല് പള്ളിയാണ്. നല്ല സെക്രട്ടേറിയറ്റിൻ്റെ പള്ളിയാണെന്ന് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഇപ്പോഴും മഹല്ല് പള്ളിയാണത്. പാളയം പള്ളി മഹല്ല് പള്ളിയാണ്, നല്ല സെക്രട്ടേറിയറ്റിൻ്റെ പള്ളിയൊന്നും അല്ലത്. ഇന്ന് ആ പാളയം പള്ളി അടക്കമുള്ള തിരുവനന്തപുരത്തെ മെയിൻ പള്ളികളിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ചുരുങ്ങിയൊരു കമ്മിറ്റി മെമ്പറെങ്കിലും ആവാൻ പഴയ ഉദ്യോഗസ്ഥന്മാർ ലക്ഷങ്ങളാണ് പള്ളി കമ്മിറ്റിക്ക് കൊടുക്കുന്നത് സംഭാവന. ഇന്ന് റോട്ടറി ക്ലബ്ബില്ല, ലയൺസ് ക്ലബ്ബില്ല, ഇന്നൊരു ക്ലബ്ബും തിരുവനന്തപുരത്തില്ല. മുസ്ലിങ്ങൾക്ക് അതുമായിട്ട് ബന്ധം, മുസ്ലിങ്ങൾക്ക് ബന്ധം പള്ളിയുമായിട്ടാണ്. ആ മുസ്ലിമീങ്ങളെ 1985-ൽ മാഷാ അല്ലാഹ് അറിയുന്ന രീതി അനുസരിച്ച് തൗഹീദും സുന്നത്തും പറഞ്ഞപ്പോൾ അവരെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് കാണുന്ന ആ അവസ്ഥക്ക് ഒരു അവസ്ഥ, ആ പഴയ അവസ്ഥ മാറി ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മാറി. ഈ അവസ്ഥ തുടരണം. ആരെ കൊണ്ട് പറ്റും? പണ്ഡിതന്മാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതേ അവസരത്തിൽ ഇന്നത് മുഴുവനും പൊളിഞ്ഞ് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദി ആരാണ്? പള്ളിയിലെ ഇമാമിങ്ങളും കമ്മിറ്റിയാണ്. മാറ്റാൻ പറ്റും, എന്ത് വില കൊടുത്തും മാറ്റാൻ പറ്റും. പക്ഷെ ഉലമാക്കൾ ഉണർന്നേ പറ്റൂ, മിമ്പറുകളും മെഹ്റാബുകളും ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. 98% വരുന്ന OBC കൂട്ടത്തിൻ്റെ കയ്യിലാണ് മിമ്പറും മെഹ്റാബും ഉള്ളത്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ മെനക്കെട്ടേ പറ്റൂ. അല്ലെങ്കിൽ വരും നാളുകളിൽ പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ പറയാൻ വാക്കുകളില്ലാത്ത സംഭവങ്ങൾ സാക്ഷിയാകാൻ പോവുകയാണ്. ഖുർആൻ അനുസരിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. തുടക്കം മുതൽ ഇങ്ങോട്ടെ ഭൂമിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വെള്ളപ്പൊക്കത്തെയും മലകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശിർക്കിൻ്റെ കട്ടികളെ അല്ലാഹു തആലക്ക് ഇവിടുത്തെ ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോടോ ജൂതന്മാരോടോ മജൂസികളോടോ കമ്മ്യൂണിസ്റ്റുകാരോടോ ഒന്നല്ല അല്ലാഹു തആലക്ക് കടുത്ത വെറുപ്പ്. ഷഹാദത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറി ജാറങ്ങളിലേക്ക് പോയവരോടാണ് അല്ലാഹു തആലക്ക് വെറുപ്പ്. ആ വെറുപ്പ് തീർക്കാൻ ഉലമാക്കൾ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി തയ്യാറായാൽ ബാക്കിയുള്ളതെല്ലാം വെറും പീസുകൾ മാത്രമാണ്. ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത്രയും നമുക്ക് പറയാൻ പറ്റും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് അംബിയാ മുർസലീങ്ങൾ ചെയ്ത ജോലി. അംബിയാ മുർസലീങ്ങൾ ചെയ്ത ജോലി അതാണ്. പുതിയ ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നില്ല, പുതിയ ഇസ്ലാമിനെ സ്ഥാപിക്കുകയായിരുന്നില്ല. നിലവിലുള്ള ഇസ്ലാമിൽ നിന്ന് ആ കാലഘട്ടത്തിലെ ജനം വ്യതിചലിച്ചപ്പോൾ അവരെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരലായതിൻ്റെ നബിമാരുടെയും റസൂലിൻ്റെയും ജോലി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഒരു കൃത്യമായ ഒരു പ്രോഗ്രാമുമായിട്ടാണ്. അത് അല്ലാഹു തആല പറഞ്ഞല്ലോ, ആവശ്യങ്ങൾക്ക് ലക്കും ഫിൽ അർദി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. എന്നിട്ട് പറഞ്ഞു ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു തആല ആദം നബിയുടെ കാലം മുതൽക്ക് തന്നെ ഈ ദീനുൽ ഇസ്ലാം ഒരു 10 തലമുറയെ വളരെ പ്യൂറായിട്ട് അല്ലാഹു തആല ജീവിച്ച് കാണിച്ചു കൊടുത്തു. 10 തലമുറയെ. 11ാമത്തെ തലമുറ
ആദം, ഇദ്രീസ്, ശീസ് മുതലായ നബിമാര് പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക്, അഥവാ അള്ളാഹുവിന് പകരക്കാരോ ഇടയാളുകളോ ഉണ്ട് എന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് നൂഹ് നബിയെ റസൂലാക്കി അയക്കേണ്ടി വന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പുതിയ ദീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല, നിലവിലുള്ള മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൈലാ ആദിൻ അഖാഹും ഹൂദ, ആദ് സമൂഹത്തിലേക്ക് ഹൂദിനെ അയച്ചു. എന്തിന്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ നിലവിലുള്ള ഇസ്ലാമിനെ അവർ കളഞ്ഞു കുളിച്ചപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ. വൈലാ സമൂദ അഖാഹും സാലിഹ, സമൂദിന്റെ അത് കഴിഞ്ഞിട്ട് സമൂദിലേക്ക് സാലിഹ് നബിനെ നിയോഗിച്ചു. എന്തിന്? ഹൂദ് നബി പഠിപ്പിച്ചു കൊടുത്ത ദീൻ നിലവിലുണ്ടായിരുന്നു, അതിനെ മൗലാനമാരും ശൈഖുനമാരും കൊളാക്കി, അത് നേരെയാക്കാൻ. അത് കഴിഞ്ഞിട്ട് ലൂത്ത് നബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. എന്തിന്? തൊട്ട് മുമ്പുള്ള സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടപ്പിൽ കൊണ്ടുവന്ന ദീനിനെ മൗലാനമാരും ശൈഖുനമാരും കൊളാക്കി. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലൂത്ത് നബിക്ക് ശേഷം കൊണ്ടുവന്നു. എന്തിന്? തൊട്ട് മുമ്പ് ഹൂദ് നബിയും സാലിഹ് നബിയും മറ്റുള്ള നബിമാരും നിലവിൽ കൊണ്ടുവന്ന ദീനിനെ അന്ന് ഇറാഖിലെ ജനം കൊളാക്കി, അതിനെ നേരെയാക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അത് കഴിഞ്ഞിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നു, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടി. എന്തിന്? അന്ന് ഈജിപ്തിലെ ജനം ഇബ്രാഹിം നബി പഠിപ്പിച്ച ദീനിൽ നിന്ന് മൗലാനമാരിസ് പഠിപ്പിച്ച ദീനിലേക്ക് പോയി, അത് ശരിയാക്കാൻ. അത് കഴിഞ്ഞിട്ട് ആ പാരമ്പര്യത്തിൽ ഈസാ നബിനെ കൊണ്ടുവന്നു ഇസ്രായേലി സമൂഹത്തിലേക്ക്. എന്തിന്? മൂസ നബി പഠിപ്പിച്ചു കൊടുത്ത ദീൻ അവർ കൊളാക്കി, മൗലാനമാരും ശൈഖുനമാരും. ഇപ്പുറത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ദീനിനെ ഖുറൈശികൾ കൊളാക്കി, അതിനെ നേരെയാക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ചരിത്രം പറഞ്ഞതാ, ഏതെങ്കിലും ഒരു റസൂലോ നബിയോ പുതിയ ഏതോ ഒരു മതത്തിൽപ്പെട്ട ജനങ്ങളെ മതം മാറ്റാൻ കൊണ്ടുവന്നതാണോ, അതോ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. വല്ലാഹി ഒരു റസൂലും ഏതോ ഒരു മതത്തിലുള്ളവരെ പുതിയ മതത്തിലേക്ക് ചേർക്കാൻ വന്നതല്ല, മറിച്ച് മൗലാനമാരും ശൈഖുനമാരും കൊളാക്കിയ മുസ്ലിമീങ്ങളെ ഒറിജിനൽ ഇസ്ലാമിലേക്ക്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം അവിടെ എഴുതിയത് ലിയുജദ്ദിദ ദീന അബീഹിം ഇബ്രാഹിം എന്ന് എഴുതിയത്. ശൈഖുൽ ഇസ്ലാം അഷ്റഫുൽ ഖൽക്കിന്റെ ബൈഅത്തിനെ സംബന്ധിച്ച്, അഷ്റഫുൽ ഖൽക്കിന്റെ റിസാലത്തിനെ സംബന്ധിച്ച് എഴുതിയത് എന്താണ്? എന്തിനാണ് മുഹമ്മദ് നബി നബിയായിട്ട് വന്നത്? ലിയുജദ്ദിദ, പുതുക്കി കൊണ്ടുവരാൻ, ദീന അബീഹിം, അവരുടെ ബാപ്പ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ദീനിനെ പുതുക്കാൻ വേണ്ടി ആണ് മുഹമ്മദ് നബി റസൂലായിട്ട് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംർ ബിനു ലുഹയ്യിൽ ഖുസായി, അംർ ബിനു ലുഹയ്യിനെ സംബന്ധിച്ച് പറഞ്ഞ എന്താ? അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മായിൽ, ഉപ്പുപ്പ ഇസ്മായിൽ കൊണ്ടുവന്ന ദീനിനെ ആദ്യമായി ജാറത്തിന്റെ ദീനാക്കി മാറ്റിയത് അംർ ബിനു ലുഹയ്യാണ്. ആ അംർ ബിനു ലുഹയ്യിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് ഏതാണ്ട് ഖുറൈശികളെ മനസ്സിലാവുമല്ലോ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് ജനിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് 4500 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അംർ ബിനു ലുഹയ്യ് ഖുസായി ഗോത്രക്കാരുടെ നേതൃത്വത്തിൽ വഹിക്കുന്നത് ഖുസൈന്റെ കാലഘട്ടത്തിലാണ്. ഖുസൈ എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽക്കിന്റെ അഞ്ചാമത്തെ ഉപ്പാപ്പന്റെ കാലത്താണ് അംർ ബിനു ലുഹയ്യ് ജീവിക്കുന്നത്. ആ അംർ ബിനു ലുഹയ്യിന്റെ അടക്കമുള്ള ഖുസാഅത്ത് ഗോത്രക്കാരിൽ നിന്നാണ് ഖുസൈ അധികാരം പിടിച്ചെടുക്കുന്നത്. അതായത് മക്കയും മദീനയും ഒക്കെ ജുർഹും ഗോത്രക്കാരിൽ നിന്ന് ഖുസായി ഗോത്രക്കാരായിരുന്നു കൊണ്ടുപോയത്. ഖുറൈശികൾക്ക് നഷ്ടപ്പെട്ടു അധികാരം. അങ്ങനെ ഖുറൈശികളിലേക്ക് തന്നെ ആ മക്കയുടെയും ഹറമിന്റെയും കഅബത്തിന്റെയും അധികാരം ഖുറൈശികൾക്ക് തന്നെ തിരിച്ചുപിടിക്കാൻ ഖുസൈയാണ് മെനക്കെട്ടത്. എന്താ ചെയ്തെന്നറിയുമോ? ഖുസാ ഗോത്രത്തിൽ ഒരു വിവാഹം കഴിച്ചു. ഖുസൈ എന്ന് പറഞ്ഞ അഷ്റഫുൽ ഉപ്പുപ്പ, അഞ്ചാമത്തെ ഉപ്പാപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ. ഈ ഖുസാ ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. ഖുസാ ഗോത്രത്തിന്റെ തലവന്റെ അമീറിന്റെ പേര് എനിക്ക് പേരോർമ്മയില്ല. അയാളെ മോളെ കെട്ടി. അവസാനം അവർക്ക് ആമക്കൾ ഉണ്ടായിരുന്നു, പൊട്ടന്മാര്, മടയന്മാര്. ഖുസൈ നല്ല മിടുമിടുക്കൻ, ഖുറൈശി തറവാട്ടിലാണല്ലോ, പേരപ്പെട്ട തറവാട്ടിലാണല്ലോ. ഖുസൈ പുതിയാപ്പള ബലസാൻ തുടങ്ങി. അവസാനം പെരന്റെ അധികാരമെല്ലാം പുതിയാപ്പളക്കായി, അലിയന്മാർ ഔട്ട്. നമ്മളെ കണ്ണൂര് പോലെ കാസർഗോഡ് അറിയി. പുതിയാപ്പിള മിടിക്കണ അമോശക്ക് ഭയങ്കര ഇഷ്ടം പുതിയാപ്പിള. ആരെ? ഖുസൈനെ.
മക്കളെ ഇഷ്ടമല്ല, മക്കളൊന്നിനും കൊള്ളൂല. അവസാനം എന്താക്കി? മക്കയുടെയും മദീനയുടെയും അധികാരം ഞാൻ മരിച്ചാൽ കുസൈ നടത്തട്ടെ എന്ന് പറഞ്ഞു പാപ്പ വസിയത്ത് എഴുതി. അങ്ങനെയാണ് ഖുറൈശികളുടെ കയ്യിലേക്ക് വീണ്ടും മക്കയും കഅബയും മസ്ജിദുൽ ഹറം വരുന്നത്. അപ്പൊ അടുത്ത കാലത്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ സംഭവം നടക്കുന്നത്. അവ്വലു എന്നാ പറഞ്ഞത്. ഞാൻ അതിനാണ് അടിവരയിടുന്നത്. അത് പഠിച്ചാലേ പറ്റൂ. ഈ ബറു നിക്കാത്തിന്റെ ശർത്തും ഫർദും മാത്രം പഠിച്ചിട്ടാണ് ഈ കുഴപ്പം. അവ്വലു മൻ തഗയ്യറന ഗയ്യറന ഗയ്യറ അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മാഈൽ. നമ്മുടെ ഉപ്പുപ്പ ഇസ്മായിലിന്റെ ദീൻ, ഇസ്ലാം ദീൻ, ആ ദീനുൽ ഇസ്ലാം 4000 കൊല്ലം ഒരു പോറലും ഇല്ലാതെ നിലനിൽക്കുകയായിരുന്നു. ആദ്യമായിട്ട് അതിനെ കൊളാക്കിയത് അംർ ബിൻ ലുഹയ്യാന്ന് റസൂലുള്ളാഹി പറയുന്നത്. അവ്വലു എന്ന് പറയുന്നത് റസൂലുള്ളാഹിയാണ്. അപ്പൊ അതുവരെ ഒറിജിനൽ ദീൻ ഇസ്ലാം നിലനിൽക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം. പിന്നെ ഏത് മതത്തിൽ നിന്നാണ് അഷ്റഫുൽ ഖൽഖ് ഖുറൈശികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്? ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നും ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കാം. മരിക്കുന്നത് വരെ നമുക്കിത് പറഞ്ഞ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചൂടായി നിൽക്കണം. മുട്ട കോയിൻ്റെ പതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മാതിരി ചൂടായിട്ട് നിൽക്കണം മരിക്കുന്നത് വരെ. ഇടത്തോട്ടും വലത്തോട്ടൊന്നും നമ്മുടെ ചിന്ത നീങ്ങിപ്പോകരുത്. നാം കൈപിടിച്ചിരിക്കുന്ന ഇസ്ലാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിൻ്റെ അടിവേരുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് എൻ്റെ നഫ്സോടും നിങ്ങളോടും ഞാൻ ആദ്യവും അവസാനവുമായിട്ട് പറയട്ടെ, ഷഹാദത്ത് സഹീഹാക്കിക്കൊണ്ടിരിക്കുക ദിവസവും. നാം അല്ലാഹ്ക്ക് കരാർ കൊടുത്തിരിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏ അല്ലാഹ് അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാമെന്ന് നിനക്ക് ഉറപ്പ് തരുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിന്നോട് മാത്രമേ ചോദിക്കുള്ളൂ. നിനക്ക് പകരക്കാരില്ല, നിനക്ക് വേറെ ഒരു പാർട്ട്ണർ ഇല്ല, നിനക്ക് വേറൊരു സഹായി ഇല്ല, നിന്റെ അടുത്ത് ശുപാർശ പറയാൻ വേറെ ആളില്ല, നിന്റെ അടുത്ത് ഇടയാളാക്കാനും പറ്റിയ വേറെ ആളില്ല, നീ മാത്രമാണ്, നീയേ ഉള്ളൂ, എല്ലാം നീയാണ്. അന്തസ്സലാം മിങ്കസ്സലാം വൈലേക്ക് ഏർജിസ്സലാം, ഇതൊക്കെ ഇങ്ങനെ പറയും. ഇങ്ങനെ എന്തൊരു വലിയ വാക്കുകളാണ് ഇതൊക്കെ. അല്ലാഹുമ്മ അന്തസ്സലാം മിങ്ക അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. എന്നാലും നാട്ടാരോട് പറയും, എന്നാലും തങ്ങൾ വേണോ? നിക്കിച്ചിട്ട് പറഞ്ഞ എന്താ? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അപ്പുറം പോയിട്ട് എന്താ പറയാ? അല്ലാഹ് തന്നെ തരുന്നത്, തങ്ങൾ വിചാരിച്ചാലേ തരുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും നിൽക്കില്ല. അല്ലാഹുവേ, നീ റബ്ബായതുകൊണ്ട് ഞാൻ നിന്നോട് മാത്രമേ ചോദിക്കുള്ളൂ, നീ റബ്ബായതുകൊണ്ട്. കാരണം എൻ്റെ കാര്യങ്ങൾ മുഴുവനും നടത്തുന്നത് നീയാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ വാശത്. അപ്പൊ അല്ലാഹ് ചോദിക്കുന്നു, എങ്ങനെയാണ് നീ അത് നടപ്പിലാക്കുക? നീ എങ്ങനെയാണ് ഞാൻ മാത്രം എന്നത് നീ ഏത് രീതിയിലാണ് നടപ്പിലാക്കുക? ഏ അല്ലാഹ്, നീ ഒരു റസൂലിനെ അയച്ചു തന്നിട്ടുണ്ട്, ആ റസൂലിന്റെ റിസാലത്തനുസരിച്ച് എന്നാ പറ, കരാറ് പറ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു, ഞാൻ ഏറ്റു അല്ലാഹുവേ, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ത് പറഞ്ഞോ, വേറെ തങ്ങൾ എന്ത് പറഞ്ഞോ, ഷെയ്ഖ് എന്ത് പറഞ്ഞോ, ഇമാം എന്ത് പറഞ്ഞോ, ഉസ്താദ് എന്ത് പറഞ്ഞോ, ഖത്തീബ് എന്ത് പറഞ്ഞോ, ഒന്നും എനിക്കറിയണ്ട. ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ നഫ്സോട് നിങ്ങളോട് പറയുന്നത്, നാം അള്ളാഹ് കൊടുത്ത കരാറ് എപ്പോഴും സഹിയാകുന്നുണ്ടോ, ശഹിയായിട്ടുണ്ടോ? അത് എന്തെങ്കിലും എന്തെങ്കിലും ബാത്തിലാകുന്ന കാര്യങ്ങൾക്ക് ഹൃദയത്തുണ്ടോ? അത് എന്തെങ്കിലും കാര്യത്തിൽ ഡിസ്മസ്സായി പോയിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ സസ്പെൻഡായി പോയിട്ടുണ്ടോ? എന്തെങ്കിലും വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ അതിനെന്തെങ്കിലും ഡാമേജ് വന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഷഹാദത്തിനെ തസ്ഹീഹ് ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.